വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസംഗങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധയാകർഷിക്കാറുള്ളത്, ഗംഭീര പ്രസംഗങ്ങളൊക്കെ നടത്തി കളയും. ഇപ്പോൾ UN-ലും അങ്ങനെ ഒരു പ്രസംഗം നടത്തിയതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ മാഷെ, എന്താണ് അതിന്റെ വിവരങ്ങൾ? അതെ, ഈ പ്രസംഗങ്ങളുടെ ഒരു നിർവചനം തന്നെ അദ്ദേഹം മാറ്റിയെടുക്കുകയാണ്. പ്രസംഗങ്ങൾ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കുകയും കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും വലിയ ഹാവാദികളോടെ അംഗവിക്ഷേപത്തോടെയൊക്കെ അങ്ങനെയുണ്ടല്ലോ, ചടുലമായ പ്രസംഗം എന്നൊക്കെ പറയുന്നതിൽ നിന്ന് പോയിട്ട് ഒരു ശാന്തമായ വളരെ സൗമ്യമായും നടത്തുന്ന പ്രസംഗങ്ങൾ ശക്തമാണ് എന്നതിൻ്റെ, അങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ജയശങ്കർ. നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രസംഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ചെയ്ത പ്രസംഗം, ആ പ്രസംഗത്തെക്കുറിച്ച് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ഈ 3 വിശേഷണങ്ങളാണ്. ഒന്ന് ശാന്തം, ശക്തം, അതുപോലെ തന്നെ തന്ത്രപരം, എന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക്കാണ്. ശാന്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. വളരെ ഒരു തരത്തിൽ എന്തോ സുപ്രധാനമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള പറ്റില്ല, വളരെ ശാന്തമായിട്ടാണ്. അതേ സമയത്ത് ശക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. കണ്ടന്റ് വളരെ പവർഫുള്ളാണ്. വേറൊന്ന് വളരെ വളരെ സ്ട്രാറ്റജിക്കാണ്. എന്ത് പറയണം, എന്ത് പറയാതിരിക്കണം, മൗനത്തിന് പോലും മുനകൾ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു രീതിയാണ്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളുടെയും റെക്കോർഡ് ഭേദിച്ചു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തെക്കുറിച്ച് അവർ പറയുന്നത്, അവർ ഏറെക്കുറെ മികച്ച മാധ്യമങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം, ഒരു ഡിപ്ലോമാറ്റിക് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു എന്നാണ്. ഡിപ്ലോമാറ്റിക് മാസ്റ്റർ ക്ലാസ്, ഇപ്പോൾ നയതന്ത്രത്തെക്കുറിച്ച് നടത്താവുന്ന ഒരു ഗംഭീരമായ മാസ്റ്റർ ക്ലാസ്സാണ്. അതായത് ആളുകൾക്ക് പഠിക്കാനുണ്ട് എന്താണ് ഡിപ്ലോമസി, എങ്ങനെയാണ് ഡിപ്ലോമാറ്റ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു രാജ്യത്തിന് വേണ്ടി ലോകത്തോട് സംസാരിക്കേണ്ടത് എന്നതൊക്കെ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസിക്കലായിട്ടുള്ള പാഠമായിരുന്നു, മാസ്റ്റർ ക്ലാസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ ഉണ്ടായത്, അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ അമേരിക്കയിലോ ഐക്യരാഷ്ട്രസഭയിലോ ഇന്ത്യയെക്കുറിച്ച് പറയേണ്ടത് സാധാരണ മട്ടിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നേരെ ഒരുപാട് ചോദ്യങ്ങൾ, വളരെ ശക്തമായ ചോദ്യങ്ങൾ വന്നു. ഒരു പാശ്ചാത്യ, അദ്ദേഹത്തിൻ്റെ നിലപാടൊക്കെ അറിയാലോ, ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെയുള്ള ആഗോള ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടൊരു പാശ്ചാത്യൻ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യം, ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ പറയൂ, ഇനി മുതൽ നിങ്ങൾ ഈ ഊർജ വ്യാപാരത്തിൽ പാശ്ചാത്യ നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കുകയില്ല എന്നാണോ? ഒരു വല്ലാത്ത ചോദ്യമാണല്ലോ. അപ്പോൾ അദ്ദേഹം ഉടനെ അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഇന്നല്ല എന്നും ഞങ്ങൾ ഇന്ത്യൻ നിർദ്ദേശങ്ങൾ മാത്രമേ നടപ്പാക്കുകയുള്ളൂ എന്നാണ്. ആലോചിച്ച് നോക്കൂ, ആരുടെ നിർദ്ദേശവും ഞങ്ങൾ ചെവിക്കൊള്ളാൻ ബാധ്യസ്ഥരല്ല. ഇന്ത്യ തീരുമാനിക്കും, ഇന്ത്യ നടപ്പാക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് അറിയോ, ഒന്നിനു പുറകെ ഒന്നാണല്ലോ, അതാണല്ലോ ഈ മീഡിയയുടെ പത്രപ്രവർത്തനം, അങ്ങനെയാണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ നിങ്ങൾ ആരെയും ചെവിക്കൊള്ളുകയില്ല എന്നാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കായിട്ടുള്ള ആൻസറാണ്, അപ്പോൾ നിങ്ങൾ ആരെയും പിന്തുടരുകയില്ല എന്നാണോ? എന്ന് പറഞ്ഞാൽ ആരെയും മുമ്പിൽ നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു ചേരിയുടെ കൂടെ നിൽക്കുകയില്ല എന്നാണോ അർത്ഥം? നിങ്ങൾ ചേരിയിൽ ഉണ്ടാവില്ല എന്നാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്താണ്? വി വിൽ ലീഡ് ദ വേൾഡ് ബട്ട് നെവർ ഫോളോ എന്നാണ്. അത് മനോഹരമായൊരു ആൻസറാണ്. ഞങ്ങൾ വേണമെങ്കിൽ ആരെയും ഞങ്ങൾ നയിക്കും. ഇന്ത്യ ഈസ് റെഡി ടു ലീഡ്, നോട്ട് ടു ഫോളോ എനിബഡി എന്നാണ്. ആരെയും പിന്തുടരാൻ ഞങ്ങൾ ഒരുക്കമല്ല, ഞങ്ങൾ ആരെയും നയിക്കാം എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങൾ അങ്ങനെ നയിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആരാണ് ഉണ്ടാവുക? നിങ്ങളെ പിന്തുടരാൻ ആരെങ്കിലും വേണമല്ലോ, നിങ്ങളുടെ നേതൃത്വം സ്വീകരിക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം, ലോകം ഇത്രമേൽ ചെറുതല്ല മോനെ എന്നാണ്. ഇത്രമേൽ എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ രാജ്യത്ത് ഇരുന്നുകൊണ്ട്, അമേരിക്കയിലൊക്കെ ഇരുന്നുകൊണ്ട് എത്ര ആയിട്ടാണ് നിങ്ങൾ ലോകത്തെ കാണുന്നത് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ അദ്ദേഹം എന്ന് പറയുന്നതിൻ്റെ ഒരു ക്ലാസിക്കായിട്ടുള്ള മാതൃകയിലാണ് അദ്ദേഹം പറഞ്ഞത്, ലോകം ഇത്രമേൽ ചെറുതല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ആഫ്രിക്ക ലോകത്തിലെ വലിയ വൻകരയാണ്, ആഫ്രിക്കയുണ്ട് അവിടെ. നിങ്ങളുടെ തൊട്ടടുത്ത് ലാറ്റിൻ അമേരിക്കയുണ്ട്, സൗത്ത് ഏഷ്യയുണ്ട്, മിഡിൽ ഈസ്റ്റ് ഉണ്ട്. രാജ്യങ്ങളൊന്നും, ലോകം എത്ര വിശാലമാണെന്ന് നോക്കൂ. അവിടെയുള്ള മനുഷ്യരൊക്കെ, അവിടെയുള്ള രാജ്യങ്ങളൊക്കെ ഞങ്ങളുടെ മാതൃകയെ സ്വീകരിക്കുന്നുണ്ട്, ഞങ്ങൾ ശരിയാണെന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്,
ഒരുപക്ഷെ അവരായിരിക്കും ഞങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുടരുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഫോളോവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞവരുടെ വായടക്കുന്ന മട്ടിൽ ഫോളോവേഴ്സിൻ്റെ എണ്ണവും പരപ്പും എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം തുടരുന്നത്. പ്രസംഗം എന്ന് വെച്ചാൽ ആ ഇൻട്രാക്ഷൻ. അപ്പോൾ അടുത്ത ചോദ്യം, അങ്ങയുടെ വാക്കുകളിൽ ഒരു പുതിയ ലോകക്രമമാണോ സൂചിപ്പിക്കുന്നത്? അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ലോകത്തിന് ഇനി ഒരു പോളല്ല. ലോകം തീർച്ചയായിട്ടും ലോകക്രമം, ആദ്യത്തെ ഉത്തരം അങ്ങനെയല്ല കേട്ടോ, ലോകക്രമം മാറുന്നതിൻ്റെ സൂചനയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം, ലോകക്രമം മാറിയത് ഇപ്പോഴും പടിഞ്ഞാറ് അറിഞ്ഞിട്ടില്ലേ എന്ന ചോദ്യമാണ്. ലോകക്രമം മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ചുരുക്കത്തിൽ ആ പ്രസംഗത്തിൽ അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ ലോകത്ത് നിന്ന് എണ്ണ വാങ്ങാനുള്ള ഗ്ലോബൽ നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാതെ പോയാൽ നിങ്ങൾ വലിയ ഊർജ്ജ പ്രതിസന്ധിയെ നേരിടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, തീർച്ചയായും പ്രതിസന്ധിയെ കാലേക്കൂട്ടി കാണാനും അത് പരിഹരിക്കാനും കഴിയുന്നവരാണ് ഒരു നല്ല ഭരണകൂടം. ഞങ്ങൾ ചെയ്യുന്നത് 80% ഞങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ്. അത് സ്റ്റാറ്റിക് അല്ല എന്ന് ഞങ്ങൾക്കറിയാം, സ്ഥിരമായി അത് എന്നേക്കുമായി സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ 80% ഇറക്കുമതി എന്നതിനെ ആഭ്യന്തര ഉൽപ്പാദനം കൊണ്ട് എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് എണ്ണ കിട്ടുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ മാന്യമായ ഇടപാടിലൂടെ ഞങ്ങൾ വാങ്ങും. എങ്കിൽ പോലും 80% ഇറക്കുമതി എന്നതിന് പകരം സ്വാശ്രയമാകാൻ എത്ര ശതമാനം സ്വാശ്രയമാകാൻ കഴിയുമോ എന്ന പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. 2, ഈ പാരമ്പര്യ എണ്ണയുണ്ടല്ലോ, നമ്മുടെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണയല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഞങ്ങൾ വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയിലെ എണ്ണ കുഴിച്ചു തീരുമെന്നും ഇന്നല്ലെങ്കിൽ നാളെ കുഴിച്ചാൽ കിട്ടാത്ത വിധം ഭൂമിയിലാകെയുള്ള എല്ലാ രാജ്യത്തെയും എണ്ണ അവസാനിക്കുന്നു ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് ഞങ്ങൾക്ക് എണ്ണ കിട്ടിയാൽ പോലും എത്ര കാലം ഞങ്ങളുടെയും ലോകത്തിൻ്റെയും എണ്ണ ആവശ്യങ്ങളെ പോറ്റാൻ, എണ്ണ ആവശ്യങ്ങൾ തീർക്കാൻ ലോകത്തിലെ ഓയിൽ റിഫൈനറികൾക്ക് കഴിയും എന്നൊക്കെ, എണ്ണ ഖനനത്തിന് കഴിയുമെന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾക്കും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് എണ്ണയ്ക്ക് പകരം ഈ പെട്രോ കെമിക്കൽ ഈ സംഗതികളുണ്ടല്ലോ, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോളിന് പകരം ബദൽ ഊർജ്ജ സ്രോതസ്സുകളും ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ഇത് ഒരു തരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത ചോദ്യം, ഏതാണ്ട് 80 years അദ്ദേഹം പറയുന്നുണ്ട്, 8 പതിറ്റാണ്ടെങ്കിലും കഴിഞ്ഞു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഞങ്ങൾ ഓരോ സെക്ടറിലെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അനുദിനമായ ആലോചനകളും നവീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്ടറിലും ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി. ലോകത്തിന് മുഴുവനും ആവശ്യമുള്ളത്, അദ്ദേഹം ആവശ്യമുള്ളത് ഈ പുരോഗതിയാണ്. ഒന്ന്, എല്ലാ മേഖലയിലും ഒരു ജനതയുടെ, ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. അത് ഇറക്കുമതിയിലൂടെ സാധിക്കുന്നത് പരമാവധി കുറച്ചു കൊണ്ടുവരണം. പാരമ്പര്യേതരമായ ഊർജ്ജ സ്രോതസ്സുകളെ നമുക്ക് ആശ്രയിക്കാൻ പറ്റണം. അങ്ങനെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം. ഇതാണ് ഞങ്ങളുടെ ഒരു മാർഗ്ഗം. അത്തരത്തിൽ തീർച്ചയായും ഒരു സമ്പൂർണ്ണ സ്വാശ്രയത്വത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള പോക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് വന്ന ഒടുവിലത്തെ ചോദ്യം ഇതാണ്, വന്ന് നിങ്ങൾ ലോകത്തിൻ്റെ നായക സ്ഥാനത്തേക്ക് സഞ്ചരിക്കുകയാണോ എന്ന ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞ ആൻസർ, ലീഡർഷിപ്പ് ഈസ് ടു ബി അറ്റൈൻഡ്, നോട്ട് ടു ബി സജസ്റ്റഡ്. ജനമം നിശബ്ദമായി എന്നാണ്. അതായത് ഞാനോ എൻ്റെ രാജ്യമോ ലോകത്തിൻ്റെ നേതാവാകണം എന്ന് തീരുമാനിക്കുന്നത് മറ്റാരെങ്കിലും ഞങ്ങൾ സ്വയം നേതാവാണെന്ന് അവകാശപ്പെട്ടിട്ടും ഞാൻ നയിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തിട്ടല്ല. ദ ലീഡർഷിപ്പ് ഈസ് ടു ബി അറ്റൈൻഡ്. നമ്മുടെ കർമ്മത്തിലൂടെ നമ്മളത് നേടിയെടുക്കേണ്ടതാണ്. ഇവനെ പിന്തുടരാൻ കൊള്ളാം, ഈ രാജ്യത്തെ പിന്തുടർന്നാൽ ഞങ്ങൾക്ക് അപായമുണ്ടാവില്ല എന്ന് ലോകത്തിന് തോന്നണം. അങ്ങനെ നേടിയെടുക്കേണ്ടതാണ് ലീഡർഷിപ്പ്. അല്ലാതെ സ്വയം നമ്മൾ അവകാശപ്പെട്ട് സജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ നേതാവായിക്കൊള്ളാം എന്ന നിർദ്ദേശവുമായി ലോകം മുഴുവൻ പരതി നടക്കുകയല്ല വേണ്ടത്. ആ ആള് ഭയങ്കര സൈലൻ്റായി എന്നാണ്. അത് കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായ അപാകരമായ അപ്ലോസ് ഉണ്ടായി എന്നാണ്.
ആലോചിച്ച് നോക്കൂ, ആർക്കൊക്കെയാണ് ആ സമയത്ത് കൃത്യമായ പ്രയോഗത്തിലൂടെ അദ്ദേഹം കൊടുത്തത്. ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഒരു ഡിപ്ലോമാറ്റ് നടത്തേണ്ട പ്രസംഗത്തിൽ ഉണ്ടാവേണ്ട 3 സുപ്രധാനമായ ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു. ഒന്ന് കോൺഫിഡൻസ് ആണ്, അപാരമായ കോൺഫിഡൻസ്. മറ്റൊന്ന് ക്ലിയർ കട്ട് സ്റ്റാൻസ് ആണ്, വളരെ വ്യക്തമായ നിലപാട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. 3 വളരെ സ്ട്രാറ്റജിക്കലായ മെത്തേഡ്, എന്ന് വെച്ചാൽ തന്ത്രപരമായി ആരെയും പ്രകോപിപ്പിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ പറയേണ്ടത് കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ആ പ്രസംഗം ഒരു ഡിപ്ലോമാറ്റിൻ്റെ പ്രസംഗത്തിന് മാതൃകയാക്കാവുന്ന ഒരു ക്ലാസിക് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു എന്നാണ് മീഡിയ എഴുതിയിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് കിട്ടുന്ന, ഇത് നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് മാത്രമല്ല, ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരമാണ്. ഇന്ത്യക്കാർ മൊത്തവും നമ്മുടെ വിദേശകാരിയെ അഭിനന്ദിക്കേണ്ട സന്ദർഭവും ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.